ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ? അതെ, രണ്ടും ഒരേ ദൈവം തന്നെയാണ്. ഇറ്റലിയിൽ നിന്നിട്ട് വളരെ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു ദൈവരൂപമാണ് ഈ സൈഡിൽ കാണുന്നത്. ഇതിൻ്റെ പേര് മിത്ര എന്നാണ്. തൊട്ടിപ്പുറത്തെ സൈഡിൽ കാണുന്ന ചിത്രമാണ് നരസിംഹമൂർത്തി, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. നരസിംഹമൂർത്തി എങ്ങനെയാണ് ഇറ്റലിയിൽ പോയതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കും. ഒട്ടും സംശയിക്കേണ്ട, കാര്യം ഇത്ര തന്നെയുള്ളൂ. ആര്യന്മാർ എന്ന് പറയുന്ന ജനവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പൂർവ്വ രൂപമുണ്ടായിരുന്നു, പ്രോട്ടോ ആര്യൻസ്. അവർ ഇന്ന് കാണുന്ന റഷ്യ, ഉക്രൈൻ തുടങ്ങിയ ഭാഗത്ത് ജീവിച്ചിരുന്നവരാണ്. അവർ ബഹുദൈവ ആരാധകരായിരുന്നു. ആ പ്രോട്ടോ ആര്യനിൽ നിന്ന് ഒരു സെക്റ്റ് ഇറാനിലേക്ക് വരുന്നു. അവിടെ നിന്ന് അവർ തമ്മിൽ തല്ലി പിരിയുന്നു. ബഹുദൈവ ആരാധകരെ പൂജിക്കുന്ന വൈദികരായി മാറുന്നു. ഏകദൈവമായിരിക്കുന്ന അഹൂറ മസ്തയെ പൂജിക്കുന്ന സ്വരാഷ്ട്രീയന്മാർ പിന്നീട് പാർസികളായിട്ട് മാറുന്നുണ്ട്. ഇതിനകത്തൊന്നും പെടാത്ത ഒരു വിഭാഗം നേരെ യൂറോപ്പിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. അവരാണ്, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന യൂറോപ്യൻസ്. ഈ വേദകാലഘട്ടമൊക്കെ വന്നതിന് ശേഷവും കുറച്ചാൾക്കാർ പ്രോട്ടോ ആര്യൻസ് ഇന്ത്യയിലേക്ക് വീണ്ടും കുടിയേറാൻ തുടങ്ങി. അവരാണ് തൻ്റെ ആദ്യകാല ദൈവങ്ങളെ വൈദിക കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഇറക്കുമതി ഇങ്ങോട്ടേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു ദൈവസങ്കല്പമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ ചിരപുരാതനമായ പഴയ ദൈവങ്ങളെയൊക്കെ തന്നെ ഈ മഹാവിഷ്ണുവിൽ കൂടി കുത്തിക്കയറ്റി ഉണ്ടാക്കിയതാണ് ദശാവതാരം എന്ന് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയിരിക്കുന്ന പല സാധനങ്ങളും പല ഗോത്രങ്ങളുടെ ദൈവങ്ങളെയാണ്. ഇങ്ങനെയാണ് പുരാണ കാലഘട്ടം വരുന്നത്. വേദവുമായി പുരാണങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇങ്ങനെയും ഈ രീതിയിൽ കൂടിയുമാണ് ഇന്നു കാണുന്ന സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. ഇനിയും ധാരാളം ദേവതാ സങ്കല്പങ്ങളും ദേവതകളുമൊക്കെ പുറകിന് വരാനായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും. നമസ്കാരം.